എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് തുടങ്ങിയപ്പോൾ ഫുൾ ഓഫ് ഫെസ്റ്റിവൽസ് ആണ് അല്ലേ. ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് ഓഗസ്റ്റിൽ. പിന്നെ ഇന്നലെ രക്ഷാബന്ധനായിരുന്നു. രക്ഷാബന്ധൻ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ രക്ഷാബന്ധനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ മുംബൈയിൽ. നിങ്ങൾ ആരെങ്കിലും രക്ഷാബന്ധൻ സെലിബ്രേറ്റ് ചെയ്യണവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും കേട്ടോ. ഇവിടെ മുംബൈയിൽ രക്ഷാബന്ധൻ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക വെച്ചാൽ ഒരു ചെറുതായ ഒരു പൂജയൊക്കെ ചെയ്യും. സിസ്റ്റർ ബ്രദറിന് ഒരു ചെറുതായിട്ടൊരു പൂജയൊക്കെ ചെയ്ത് കുറച്ച് സ്വീറ്റ്സ് കൊടുത്ത് പിന്നെ ഒരു കുറിയൊക്കെ തൊട്ട് കൊടുത്ത് എന്നിട്ടാണ് രാഖി കയ്യിൽ കെട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ അത് കസിൻസിനും കെട്ടി കൊടുക്കും. സ്വന്തം ബ്രദറിന് അല്ലാണ്ട് കസിൻസിനായാലും കെട്ടി കൊടുക്കുന്നവരുണ്ട്. പിന്നെ സിംഗിൾ ചൈൽഡ് ആയിട്ടുള്ളവർ അവരുടെ നെയ്ബർഹുഡിൽ അവർ സിബ്ലിങ്സ് പോലെ കളിച്ച് കൂടെ വളർന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ഈ ചദറിന് അങ്ങനെ കെട്ടി കൊടുക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഇത് സിസ്റ്റർ രാഖി കെട്ടിക്കെടുത്ത് കഴിഞ്ഞിട്ട് ബ്രദർ സിസ്റ്ററിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു റിച്വൽ പോലെയാണ് കേട്ടോ മുംബൈയിലൊക്കെ. ഇത് പ്രോപ്പർ ഒരു റിച്വൽ പോലെയാണ്. അപ്പോൾ രക്ഷാബന്ധൻ്റെ തലേ ദിവസം തന്നെ എല്ലാവരും വീട്ടിലെത്തും. ഫുള്ളൊരു ഗെറ്റ് ടുഗെദർ പോലെയാണ്. പിന്നെ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ബേസിക്കലി എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് ബേസിക്കലി സിസ്റ്റർ ബ്രദറിൻ്റെ ഹെൽത്ത് ഹാപ്പിനെസ് അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പൂജ ചെയ്തിട്ട് കെട്ടി കൊടുക്കുക. പിന്നെ ബ്രദർ ഇൻ റിട്ടേൺ സിസ്റ്ററിനെ ഓൾവേസ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അങ്ങനെയുള്ള കോൺസെപ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിത് കണ്ടത് എൻ്റെ ഡാഡിയുടെ സിസ്റ്ററും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും തുടങ്ങിയത്. ഞങ്ങൾ അങ്ങനെ പൂജയൊന്നും ചെയ്യാറില്ല. ബേസിക്കലി ഒരു രാഖി വാങ്ങി കെട്ടി കൊടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ അത്രയാണ് ഞങ്ങൾ ചെയ്യാറുള്ളൂ കേട്ടോ. അത്രയാണ് ചെയ്ത് പരിചയമുള്ളൂ, ശീലം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. പിന്നെ ഇതേപോലെ വേറൊരു ഫെസ്റ്റിവലും കൂടി ഉണ്ട്, ഭാവ് ബീച്ച് എന്നാണ് പറയുക. അത് ദീപാവലി സമയത്താണ് കേട്ടോ ആ ഫെസ്റ്റിവൽ വരുന്നത്. അത് ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഇവിടെ ബ്രദർ സിസ്റ്ററിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, പക്ഷെ ഭാവ് ബീച്ചിന് സിസ്റ്റർ ബ്രദറിനാണ് ഗിഫ്റ്റ് കൊടുക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരേപോലെ ആയല്ലോ, ഈക്വൽ ആയില്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഫെസ്റ്റിവൽസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാരാണെങ്കിൽ ചാനലും ചെക്കൗട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. പിന്നെ കാരണം ബെല്ലൈക്കൺ അമർത്തിയാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ പുതിയ വീഡിയോസിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.